Hi, good evening. Good evening, ma'am. Good evening, ma'am. Good evening. So, prayer ആരാണ്? പ്രേയറിന് ആരെങ്കിലും റെഡി ആണോ? സീത, പ്രേയറിന് റെഡി ആണോ സീത? മിസ്സേ ഞാൻ പറയാം. ഹലോ. ഓക്കെ സിയ. Oh God, keep me happy today. Dear God, help me to do works. Dear God, bless me and my parents. Dear God, bless my teachers and friends. Dear God, give us our daily bread and forgive our sins. Oh God, keep me as all in happiness. Thank you God for everything. ഓക്കെ സിയ. സോ നമ്മൾ എന്തായിരുന്നു സൈക്കോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ, എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സുകൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. ഏതൊക്കെയായിരുന്നു ഡിഫറെന്റ് മെത്തേഡ്സ്? അത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഏതൊക്കെയായിരുന്നു ഒരാളുടെ സൈക്കോളജി മനസ്സിലാക്കുന്നതിന് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സുകൾ ഏതെല്ലാമായിരുന്നു? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലില്ലായിരുന്നു. ഒന്നും കൂടെ ഒന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഒന്ന് പറയാൻ പറ്റുമോ? റെക്കോർഡ് ക്ലാസ് കാണട്ടെ സീത, റെക്കോർഡ് ക്ലാസ് ഉണ്ട് കേട്ടോ, അത് കണ്ടു നോക്കട്ടോ. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാം. ഏതൊക്കെയായിരുന്നു ആ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ മെത്തേഡ്സുകൾ? ഏതൊക്കെയായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിസ്സേ ഫസ്റ്റ് പറയണോ? 4 മെത്തേഡ്സ് പറയണോ? 4 മെത്തേഡ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണത്? ഇൻട്രാസെക്ഷൻ, പിന്നെ ഒബ്സർവേഷൻ, പിന്നെ ക്ലിനിക്കൽ കേസ് സ്റ്റഡി, പിന്നെ എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ്. ഓക്കെ. ഇൻട്രാസ്പെക്ഷൻ എന്തായിരുന്നു? സ്വയം ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ അനലൈസ് ചെയ്തുകൊണ്ട് എന്താണ് ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെ അനലൈസ് ചെയ്യുക. അതാണ് ആ ഒരു പ്രോസസ്സിൽ, ആ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് അല്ലെ. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? ഒബ്സർവേഷൻ. അത് 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, കൺട്രോൾഡ് ഒബ്സർവേഷൻ ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. ഒബ്സർവേഷനിൽ ഏത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? നമ്മളെ ഒരാൾക്ക് ഒബ്സർവ് ചെയ്തുകൊണ്ട് എന്താണ് ഡാറ്റാസ് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് മറ്റൊരാളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഡാറ്റാസ് കളക്ട് ചെയ്യാവുന്നതാണ്, അവരുടെ സ്വഭാവത്തെ കുറിച്ച് എന്താണ് പഠിക്കാവുന്നതാണ്. ആൻഡ് തേർഡ് വൺ ക്ലിനിക്കൽ കേസ് സ്റ്റഡി, നമ്മുടെ സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള മെത്തേഡ്. അതെങ്ങനെയുള്ള നമ്മൾ ഹിസ്റ്ററി മുതൽ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, എല്ലാ ഹിസ്റ്ററിയും കളക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ബേസിൽ എന്താണ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ്, അതിലൊരു മെത്തേഡ് എന്താണ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ് എന്താണ് അയാളുടെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ. ഇനി എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ് അതെന്താണ്? ശാസ്ത്രീയമായിട്ടുള്ള ഒരു മെത്തേഡാണ്. എക്സ്പെരിമെന്റിലൂടെ എന്താണ്
ഒരാളുടെ സ്വഭാവത്തെ കുറിച്ച് എന്താണ് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ട് അയാളുടെ സ്വഭാവത്തിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ്, ഒരു മെത്തേഡാണ് എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ 3 വേരിയബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എന്താണ് ഡൗട്ട്സ് ഉണ്ടായിരുന്നു മിക്കവർക്കും അല്ലേ? അത് ക്ലിയർ ആണോ? ഏതൊക്കെയായിരുന്നു 3 വേരിയബിൾസ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ, ഇന്റർവെനിങ് ഓർ കൺട്രോൾഡ് വേരിയബിൾ. ഇന്റർവെനിങ് അല്ലെങ്കിൽ കൺട്രോൾഡ് വേരിയബിൾ. ഓക്കെ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഒരു പ്രോബ്ലം പറയൂ, ഒരു എക്സാമ്പിൾ പറയൂ. ഇപ്പൊ സപ്പോസ് ഒരു പ്രോബ്ലമാണ്, കുട്ടികൾക്ക് എന്താണ് റിവാർഡ് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് എന്താണ് റിവാർഡ് കൊടുക്കുന്നത് അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നുണ്ടോ? അതായത് റിവാർഡ്, ഇപ്പൊ കുട്ടികൾക്ക് എന്താണ് മാത്സിന് നല്ല മാർക്ക് കിട്ടുമ്പോൾ നമ്മൾ റിവാർഡ് കൊടുക്കുന്നു, അത് വീണ്ടും ആ കുട്ടികളെ പഠിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടോ? അതാണ് ഒരു പ്രോബ്ലം എങ്കിൽ അതിലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതായിരിക്കാം? റിവാർഡ് കൊടുക്കണം. റിവാർഡ് അല്ലെ? നമുക്ക് എന്താണ് അറിയേണ്ടത്? റിവാർഡ് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് എന്താണ് മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ട്. അപ്പൊ റിവാർഡ് എന്നുള്ളതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ക്ലിയർ ആണല്ലോ? സോ ഡിപെൻഡന്റ് വേരിയബിൾ എന്തായിരിക്കാം? അതിന്റെ റിസൾട്ട്. റിവാർഡ് കൊടുത്താൽ എന്താണ് ചിലപ്പോൾ മോട്ടിവേഷൻ ലഭിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കേസിൽ എന്താണ് മോട്ടിവേഷൻ ലഭിക്കുന്നില്ലായിരിക്കാം. ആ റിസൾട്ട് എന്ന് പറയുന്നതാണ് ഡിപെൻഡന്റ് വേരിയബിൾ. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ കൺട്രോൾഡ് വേരിയബിൾ എന്തായിരിക്കാം? കൺട്രോൾഡ് വേരിയബിൾ എന്തൊക്കെയായിരിക്കാം? നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ കുട്ടികളെ എന്താണ് 2 ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നുണ്ട്. ഏതൊരു കേസ് ആണെങ്കിലും എന്താണ് 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും അല്ലെ? ഫസ്റ്റ് ഗ്രൂപ്പിലെ കുട്ടികൾക്ക് എന്താണ് റിവാർഡ് നൽകും, മറ്റൊരു ഗ്രൂപ്പിലെ കുട്ടികൾക്കാണെങ്കിൽ റിവാർഡ് കൊടുക്കുന്നില്ല. ഓക്കെ, ആ രീതിയിലാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും ഒഴിച്ച് നമ്മൾ വേറെ എന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ട ചില എലമെന്റ്സുകൾ ഉണ്ട്. അതെല്ലാം എങ്ങനെയായിരിക്കണം? ഒരേ രീതിയിലായിരിക്കണം 2 ഗ്രൂപ്പുകൾക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ മാത്സിന്റെ കേസ് ആണെങ്കിൽ 2 ഗ്രൂപ്പിലെ കുട്ടികൾക്കും എന്താണ് ഒരേ പ്രോബ്ലം തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, ഒരേ സമയം തന്നെ ആയിരിക്കണം ആ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്തരം എലമെന്റ്സ് ആണ് കൺട്രോൾഡ് വേരിയബിൾ എന്ന് പറയുന്നത്. 2 ഗ്രൂപ്പിനും കൊടുക്കേണ്ട എന്താണ് എലമെന്റ്സുകൾ, ഫാക്ടേഴ്സ് എന്താണ് സെയിം ആയിരിക്കണം. ക്ലിയർ ആണോ? ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് കൺട്രോൾഡ് വേരിയബിൾ. ഇനി മറ്റൊരു പ്രോബ്ലം പറയാം. അപ്പൊ നിങ്ങൾ പറയണം ഡിപെൻഡന്റ് വേരിയബിൾ ഏതാണ്, ഏതായിരിക്കാം? ഓക്കെ, വ്യത്യസ്ത രീതിയിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീച്ചിങ് മെത്തേഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് കുട്ടികളുടെ എന്താണ് പഠന നിലവാരം ഉയർത്താനായിട്ട് കഴിയുന്നുണ്ടോ? ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രോബ്ലം. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ എക്സ്പെരിമെന്റൽ മെത്തേഡിലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതായിരിക്കാം? കുട്ടികളെ നമ്മൾ 2 ഗ്രൂപ്പാക്കി തിരിച്ചു. ഓക്കെ, ഇനി അതിലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതായിരിക്കാം? നമുക്ക് കണ്ടെത്തേണ്ട കാര്യം എന്താണ്? അതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. എന്താണ്? പഠിക്കുന്നുണ്ടോ? ടീച്ചിങ് മെത്തേഡ്. വെരി ഗുഡ്. ടീച്ചിങ് മെത്തേഡ് എന്നുള്ളതാണ് ഇതിലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ടീച്ചിങ് മെത്തേഡ് കൊടുക്കുന്നത് കൊണ്ട് എന്താണ് ഡിഫറെന്റ് ടൈപ്സിലുള്ള ടീച്ചിങ് മെത്തേഡ് കൊടുക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് എന്താണ് അവരുടെ പഠന നിലവാരം ഉയർത്താൻ കഴിയുന്നുണ്ടോ? അപ്പൊ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇനി ഡിപെൻഡന്റ് വേരിയബിൾ എന്തായിരിക്കാം? അതിന്റെ റിസൾട്ട് എന്തായിരിക്കാം? അവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും. അക്കാഡമിക് പെർഫോമൻസ് എന്നുള്ളതാണ് ഡിപെൻഡന്റ് വേരിയബിൾ. ചിലപ്പോൾ എന്താണ് നല്ല നിലവാരം ഉയർന്ന നിലവാരം പുലർത്താനായിട്ട് കഴിയും, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പോൾ അക്കാഡമിക് പെർഫോമൻസ് എന്നുള്ളതാണ് ഡിപെൻഡന്റ് വേരിയബിൾ. ഇനി കൺട്രോൾഡ് വേരിയബിൾ എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെ വരാം? അവർക്ക് എത്ര സമയം പഠിപ്പിച്ചു, അവരെങ്ങനെ പഠിപ്പിച്ചു? ഒരേ രീതിയിലായിരിക്കണം 2 ഗ്രൂപ്പിലെ കുട്ടികളെയും പഠിപ്പിക്കേണ്ടത്. ഒരേ രീതിയിലായിരിക്കണം പഠിപ്പിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഒരേ രീതി മീൻസ് എന്താണ്? ടീച്ചിങ് മെത്തേഡ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീച്ചിങ് മെത്തേഡ് ഉണ്ട് അല്ലെ? ഒരു ഗ്രൂപ്പിലെ കുട്ടികളെ നമ്മൾ എന്താണ്
ഇന്ററാക്റ്റീവ് സെഷനൊക്കെ ഉൾപ്പെടുത്തി ആക്ടിവിറ്റീസ് ഒക്കെ ഉൾപ്പെടുത്തി പഠിപ്പിക്കുമ്പോൾ മറ്റു കുട്ടികൾ ഏതായിരിക്കും ട്രഡീഷണൽ മെത്തേഡ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അവരെ പഠിപ്പിക്കുന്ന സമയം എന്താണ് ഒരേ ടൈമാണ് അവർക്ക് രണ്ട് ഗ്രൂപ്പുകാർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അതാണ് കൺട്രോൾഡ് വേരിയബിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? ആൻഡ് തേർഡ് വൺ ആൻഡ് ലാസ്റ്റ് മെത്തേഡ് എന്തായിരുന്നു? സർവേ മെത്തേഡ് അല്ലേ? ഡിഫറൻഷ്യൽ സർവേ മെത്തേഡ്. ഓക്കെ, സർവേ മെത്തേഡ് എന്തായിരുന്നു അതിൽ ഡിസ്കസ് ചെയ്തത്? ക്വസ്റ്റിനെയർ കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ട് അനലൈസ് ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻസിന്റെ ഹെൽപ്പോടുകൂടി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൽ നിന്നും ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ആ ചാപ്റ്റർ എന്താണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ മരിയ മോണ്ടിസോറി പാർട്ട് 3 യൂണിറ്റ് 1 മരിയ മോണ്ടിസോറി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മരിയ മോണ്ടിസോറി ഈ കോഴ്സ് പഠിക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് തന്നെ പഠിക്കേണ്ട ചാപ്റ്റർ ആയിരുന്നു അല്ലേ? ആരാണ് മരിയ മോണ്ടിസോറി? അല്ലെങ്കിൽ മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ആരാണ് മരിയ മോണ്ടിസോറി? ഫൗണ്ടർ ആണ്. ഈ നമ്മുടെ മെത്തേഡ് കണ്ടുപിടിച്ച ആളാണ്. ടീച്ചിങ് മെത്തേഡിന്റെ ഫൗണ്ടർ ആണ് മരിയ മോണ്ടിസോറി. ഓക്കെ, ഇനി ഇത് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ പഠിച്ചു വന്ന രീതി എങ്ങനെയായിരുന്നു? ഈ മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡ് എന്താണ് അത് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ പഠിച്ചു വന്ന രീതി എങ്ങനെയായിരുന്നു? നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഞാൻ ഓർക്കുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, നമ്മൾ പഠിച്ചു വന്ന രീതി എങ്ങനെയുള്ള മെത്തേഡ് ആയിരുന്നു? ട്രഡീഷണൽ മെത്തേഡ് ആണ് നമ്മൾ മിക്കവരും ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത് അല്ലേ? എന്താണ് ട്രഡീഷണൽ മെത്തേഡ്? അതിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? എന്താണ് നമ്മൾ പഠിച്ച ആ കാലഘട്ടത്തെ കുറിച്ച് ഓർക്കുമോ? നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓൾറെഡി അവരൊരു സിസ്റ്റം വച്ചിട്ടുണ്ട്, അത് നമ്മൾ പഠിച്ചു പോരുകയായിരുന്നു. അതെ, വെരി ഗുഡ്. എന്താണ് ഒരു സിലബസ് ഓൾറെഡി സെറ്റ് ആണ് അല്ലേ? അതാണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ? അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നോ? നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ? അവരെന്താണോ പഠിപ്പിക്കുന്നത് അതാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇനി വേറെന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്? ഇന്ററാക്ഷൻ കുറവായിരുന്നു. ഇന്ററാക്ഷൻസ് കുറവായിരുന്നു. ഓക്കെ, ദെൻ ഈ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ടായിരിക്കും, കുറെ ബെഞ്ചും ഡെസ്കും അല്ലേ? ആ ഒരു സിസ്റ്റമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇനി ടീച്ചേഴ്സിനെ കുറിച്ചാണെങ്കിലോ? എന്താ സോദി? പഠിച്ചില്ലെങ്കിൽ അടിച്ചു പഠിപ്പിക്കുക. അതെ, അടിച്ചു പഠിപ്പിക്കുന്ന കൈൻഡ് ഓഫ് ടീച്ചർ ആയിരുന്നു. ഓക്കെ, ദെൻ പിന്നെന്തൊക്കെയാണ്? നമുക്കൊരു ഫ്രീഡം ഉണ്ടാവില്ല, അവര് പഠിപ്പിക്കണം. പിന്നെ ടീച്ചേഴ്സിന്റെ ടേബിളിൽ എപ്പോഴും ഒരു വടി കാണും. ഓക്കെ, വടിയുടെ പേടിയിലാണ് നമ്മൾ എല്ലാവരും പഠിക്കുന്നത് അല്ലേ? നമ്മൾ ഇഷ്ടത്തോടെയാണ് ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചിരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്താണത് ഓർമ്മയുണ്ടാകും, അത് പഠിക്കാനായിട്ട് കുറച്ച് താല്പര്യം കൂടുതലായിരിക്കും. അതേപോലെ ഇഷ്ടമുള്ള ടീച്ചർ ആണെങ്കിലും ആ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കും. പിന്നെ ദെൻ അടിച്ച് പഠിപ്പിക്കായിരുന്നു സിസ്റ്റം. അതായത് പഠിച്ച നിർബന്ധം ബൈഹാർട്ട് ചെയ്തായിരുന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങള് ഇത് ക്ലിയർ ആകുന്നില്ലടാ. എന്താണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ? പണ്ടത്തെ ക്ലാസ്സിലിരുന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണ് നമുക്കിപ്പോ ഓർമ്മയുണ്ടോ? നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒഴിച്ച്, ഇപ്പൊ മാത്സ് പോലുള്ള അതിന്റെ ബേസിക്സ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടോ? സ്റ്റിൽ ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഇല്ല മാം, നമുക്ക് ഒരു മെത്തേഡ് അവര് എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അവരുടേതായ രീതിയിലേ പഠിപ്പിക്കുള്ളൂ, അതല്ലാണ്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കില്ല. ഇതിലാകുമ്പോ വേറെ കുറെ മെത്തേഡ്സ് ഉണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാവാനായിട്ട്.
അതെ, എന്താണ് അവർക്ക് ഏത് രീതിയാണ് അറിയുന്നത് ആ രീതിയിലാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത് അല്ലെ. കുട്ടികൾക്ക് ഏത് രീതിയാണോ ഇൻട്രസ്റ്റ് ആ ഒരു കൺസിഡറേഷൻ നൽകിയിരുന്നില്ല. പിന്നെ എന്തെല്ലാമാണ്, പിന്നെ നമുക്ക് ഓർമ്മയില്ലാത്തതിന്റെ കാരണം എന്താ? ആക്ടിവിറ്റികളിൽ ഒന്നും ഇല്ലാതെ തന്നെ കാണാതെ പഠിച്ച് പഠിപ്പിക്കുക, നാളെ പരീക്ഷ ഇടുന്നു, അങ്ങനെ അതിനുവേണ്ടി മാത്രം നമ്മൾ പ്രിപ്പയർ ആയി പോയി പഠിക്കുന്നു. അങ്ങനെയുള്ളൂ. ഇപ്പൊ നാളത്തെ ഒരു എക്സാമിന് വേണ്ടി മാത്രം നമ്മൾ പഠിക്കുന്നു. ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കില്ല. മാർക്ക് കുറയരുത്, പേരൻസിന്റെ വീട്ടിൽ സ്കൂളിൽ വിളിപ്പിക്കരുത്, ആ ഒരു ഇതിന്റെ പേരിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഇന്നത്തെ പോലെ കുട്ടികൾക്ക് മറ്റേ ചാർട്ട് പേപ്പർ വെച്ചാണെങ്കിലും അങ്ങനെ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ നമുക്കില്ലായിരുന്നല്ലോ. അതെ, എന്താണ് ബൈ ഹാർട്ട് നമ്മളെല്ലാം കാണാതെ പഠിക്കുകയാണ് ചെയ്തത് അല്ലെ. മനസ്സിലാക്കി എല്ലാം മിക്ക കാര്യങ്ങളും എന്താണ് കാണാതെ ബൈ ഹാർട്ട് ചെയ്യുകയാണ് ചെയ്തത് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നില്ല. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? മുഴുവൻ സമയവും പഠിത്തം മാത്രമായിരുന്നു മാം. അതല്ലാതെ മറ്റേ ആക്ടിവിറ്റീസിനോ കളിക്കാനോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു ലോഡ് ഹോംവർക്ക് എടുക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സിന്റെ എല്ലാ ടീച്ചേഴ്സിന്റെയും ഹോംവർക്ക് ഉണ്ടാകും. അതെ, അത് കഴിഞ്ഞ് ട്യൂഷന് പോകുന്നവരാണെങ്കിൽ അതിന്റെ ഹോംവർക്ക് ഉണ്ടായിരിക്കും അല്ലെ. ഫുൾ ടൈം എന്താണ് പഠിത്തം തന്നെ ആയിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് എന്താണ് അതിന്റെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല മാം. ഇഷ്ടത്തോടെയും ആഗ്രഹത്തോടെയും പഠിക്കുന്ന കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അല്ലാതെ നമ്മളെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുന്ന കാര്യം നമ്മുടെ തലയിൽ നിൽക്കില്ല. അതെ അതെ. ദെൻ ഭയങ്കര കൺട്രോളിങ്സ് ആയിരുന്നു. എന്തോ ഭയങ്കര കൺട്രോളിങ്സ് ആയിരുന്നു. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെന്താണ്? എപ്പോഴും കണ്ണു ഉരുട്ടി, അതായത് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു വടിയൊക്കെ ആയിട്ട് വന്ന് ബോർഡിന്റെ അടുത്ത് നിന്ന് ഇത് പഠിക്കണം, നാളെ അത് പഠിച്ചിട്ട് വരണം, അങ്ങനെയുള്ള ഒരു സ്ട്രിക്ട്ലി മോഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇത് പറയുമ്പോഴാണ് ഓർക്കുന്നത്, ചില ടീച്ചേഴ്സ് പറയുന്നത് എന്നാൽ നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ ഓർക്കാണ്, 9ലാന്ന് തോന്നുന്നു നമ്മുടെ പൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്നുള്ളത്. അത് ഞങ്ങളുടെ ഒരു മലയാള സാറ് നല്ല ഭംഗിയില് കുട്ടികളുമായിട്ട് ഭയങ്കര ഇന്ററാക്ട് ചെയ്താണ് പഠിപ്പിക്കുന്നത് സാറ്. അപ്പൊ നമ്മൾ അത് ഇഷ്ടത്തോടെ പഠിക്കും. ആ മലയാളം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പീരീഡ് എന്ന് വെച്ച് തന്നെ മലയാളമായിരുന്നു. അങ്കണത്തൈമാവിൽ നിന്നുള്ള പാട്ട് വളരെ ഈണത്തോടു കൂടി ആ സാറ് പഠിപ്പിച്ചത് ഇപ്പോഴും എന്നെ മനസ്സിലുണ്ട്. പക്ഷെ ബാക്കിയുള്ള ടീച്ചേഴ്സ് വരുന്നത് പേടിപ്പിച്ചോ, അത് പഠിക്കണം ഇത് പഠിക്കണം, അപ്പൊ നമുക്ക് ടെൻഷനാ എന്താണ് എന്നുള്ളത്. ഇപ്പൊ അതൊന്നും മൈൻഡിലില്ല. ടീച്ചേഴ്സ് എന്ന് ഓർക്കുമ്പോഴും അവരുടെ മുഖം, ആ ദേഷ്യത്തോടെയുള്ള ഒരു മുഖം മാത്രമേ നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നുള്ളൂ. അതെ അതെ, ശരിയാണല്ലേ. നമുക്ക് ഇഷ്ടമുള്ള ടീച്ചറിന്റെ സബ്ജക്ട് പഠിക്കാനായിട്ട് ആ ടീച്ചർ വരാനായിട്ടൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യും അല്ലേ. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ കുട്ടികളെയും ഒരേപോലെയാണോ ട്രീറ്റ് ചെയ്തിരുന്നത്? ട്രഡീഷണൽ മെത്തേഡിൽ എല്ലാ കുട്ടികളെയും ഒരേ രീതിയിലാണോ ട്രീറ്റ് ചെയ്തിരുന്നത്? പാർഷ്യാലിറ്റി ഒക്കെ കാണിക്കാറുണ്ടായിരുന്നു അല്ലേ? രണ്ട് വേ ആണ്. ഒന്ന് പഠിക്കുന്ന കുട്ടികൾ, ഒന്ന് പഠിക്കാത്ത കുട്ടികൾ. അതെ, ആ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു പരിപാടിക്ക് സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഡാൻസ് പ്രോഗ്രാമിനാണെങ്കിലും എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ഉണ്ടായിരിക്കും. അവരെ മാത്രമായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി സെലക്ട് ചെയ്യുന്നത്, അങ്ങനെയല്ലേ? ഓക്കെ, ദെൻ പിന്നെന്തൊക്കെയാണ്? അവര് പഴയ കാര്യങ്ങൾ ശീലിച്ചിട്ടുണ്ട്. അത് നമ്മളിലേക്ക് അവര് കുത്തിവെക്കാൻ ട്രൈ ചെയ്യും. അവര് പണ്ട് പഠിപ്പിച്ചത് ആ രീതിയാണ് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് അല്ലേ? ഓക്കെ, വെരി ഗുഡ് അനശ്വര. ദെൻ പിന്നെ നമുക്ക് ഇന്റർവെൽസ് ഒക്കെ കിട്ടൂലോ. അപ്പം ആ ടൈമിൽ പോലും നമ്മൾ കളിക്കാനൊക്കെ പോയാൽ തന്നെ അവര് ആ സ്റ്റാഫ് റൂമിൽ ഇരുന്നാണേലും വരാന്തിയിൽ കൂടെ നടക്കുവാണേലും കൈകൊണ്ട് കാണിച്ച് അകത്ത് കയറി പോയിരുന്ന് കളിക്കേണ്ട ആ ഒരു മെത്തേഡും അവര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെ അതെ. മാം, പിന്നെ ഒരു കോമഡി ആയിട്ട് പറയാറുണ്ട്, ഫ്രീ പീരീഡ് കിട്ടി കഴിഞ്ഞാൽ മാത്സ് ടീച്ചർ ഒന്നൊരു പ്രോബ്ലം തന്നിട്ട് പോകുന്നു. അതെ അതെ. ഓക്കെ ഓക്കെ. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ ചില ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള പിള്ളേരുടെ അടുത്ത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ബാക്കിയുള്ളവരുടെ അടുത്ത് നല്ല ടഫ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ചിലരോട് ചോദിക്കുക മാത്രം ചെയ്യും, ചിലരോട് പറയും ബോർഡിൽ പോയി എഴുതാൻ പറയും. എന്നിട്ട് നമുക്കത് ആ ടൈമിൽ ആ ടെൻഷനിൽ കിട്ടിയില്ലെങ്കിൽ അവർ കുറേ പേരിങ്ങനെ എണീപ്പിച്ച് നിർത്തും. ഓക്കെ ഓക്കെ. പിന്നെ പണിഷൊക്കെ ചെയ്യുന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് അല്ലേ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, മിസ്റ്റേക്ക് ചെയ്താല് എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് നമ്മൾ എന്താണ് പണിഷ്മെന്റ് ഒക്കെ നൽകുന്നത് അല്ലേ?
അതേപോലെ പാർഷ്യാലിറ്റി കാണിച്ചിരുന്നു. ദെൻ വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പേരൻസ് വരുന്ന സമയത്തുണ്ടല്ലോ, എന്തോ പേരൻസിനോട് പേരൻസ് വരുന്ന സമയത്തില്ലേ, പേരൻസ് മീറ്റിംഗ് സമയത്തൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, നല്ല ഒരു ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കും. ആ നിങ്ങളുടെ കൊച്ചു എങ്ങനെയാണ്, നിങ്ങളുടെ കൊച്ചു ഭയങ്കര ഉഴപ്പാണെന്ന് പറഞ്ഞ് മുട്ടൻ കുറ്റം പറച്ചിലായിരിക്കും. അവസാനം വീട്ടിൽ വന്നു കഴിയുമ്പോൾ വീട്ടുകാരുടെ ചീത്ത വേറെ. ചെറിയ തെറ്റായിരിക്കും, അത് അവസാനിപ്പിക്കില്ല, ഇങ്ങനെ വലിയ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ സൈനു എന്താ പറയുന്നത്? സൈനു എന്താ ഒരു കാര്യം പറയല്ലേ, ക്ലാസ്സിൽ വെച്ചിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് എല്ലാ കുട്ടികളെയും മുന്നിൽ വെച്ചിട്ട് നമ്മളോട് ചീത്ത പറയും. പിന്നെ നമുക്ക് എന്തെങ്കിലും അത് ശരിയാണോ തെറ്റാണോ ചോദിക്കാനൊരു പേടിയായിരിക്കും. പേടി. ടീച്ചർ ആ, പറഞ്ഞു തരും ചെയ്യൂല. അത് അത് കാരണം നമ്മള് ചോദിക്കാനും പേടിയാവുള്ളൂ. ടീച്ചർ അല്ല ഇങ്ങനെയല്ല കുട്ടി ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരൂല. നമുക്ക് പേടിയാണ്, ഭയങ്കര പേടിയാണ് ടീച്ചേഴ്സിനൊക്കെ. ഇനി ഒരു ഉച്ചക്കൊക്കെ കുറച്ച് ഫ്രീ ടൈം ഉണ്ടാവുമ്പോ പുറത്തേക്ക് ഇറങ്ങാൻ അപ്പൊ HM അവിടെ നിൽക്കുന്നുണ്ടാവും. ഒക്കെ ക്ലാസ് ഒക്കെ ഒന്നിനൊരു ഫ്രീഡം ഉണ്ടാവില്ല. എല്ലാരും ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് ഒരു അന്തല്ലാത്തൊരു ഇരുത്തങ്ങനെ ഇരിക്കുക. അങ്ങനെ ഒരു ഫ്രീഡം ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അന്നത്തെ ടൈമില്. ഇപ്പൊ കുട്ടികൾക്ക് നല്ല ഫ്രീഡാണ്, എന്ത് അതിപ്പോ ചോദിക്കാനാണ്. മാറിയിട്ടുണ്ടല്ലോ. പണ്ട് നമുക്ക് എന്താണ് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാൻ തന്നെ പേടിയായിരുന്നു അല്ലേ? ഡൗട്ട്സ് ഒക്കെ ചോദിക്കാറുണ്ടോ? മനസ്സിലുണ്ടെങ്കിൽ ചോദിക്കാൻ പേടിയായി. ചോദിക്കാൻ തന്നെ പേടിയായിരുന്നു അല്ലേ? അതെ അതിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മൾ എന്താണ് കളിയാക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള മിസ്സുമാരും ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതെ കളിയൊക്കെ ചെയ്യും, പിന്നെ അവര് തല്ലും ചെയ്യും. തല്ലും ചെയ്യുകൊണ്ട് നമുക്ക് അവരെ വലിയൊരു എന്തോ ഒരു മാരക വസ്തു ആയിട്ടാണ് നമ്മൾ ടീച്ചേഴ്സിനെയൊക്കെ അന്ന് കണ്ടിരുന്നത്. എന്റെ ഇതില് എനിക്കാണ് തോന്നുന്നത്. പിന്നെ എന്തെങ്കിലും പഠിപ്പില്ല കുട്ടികളാണെങ്കിൽ അവരിങ്ങനെ പുകഴ്ത്തി പറയും. നമ്മളവിടെ ഒന്നും അല്ലാതെ ആയിരിക്കും. ഇങ്ങനെ ക്ലാസ്സിക്ക് വരുന്നുണ്ട് പോകുന്നത് മാത്രമല്ലാതെ ഒരു ആക്റ്റീവ് ചെയ്യാനോ ഇതിനൊന്നും നമുക്കൊന്നിനും തോന്നില്ല. ഇപ്പത്തെ കുട്ടികൾക്ക് നല്ല ഫ്രീഡാണ്, നല്ല ടീച്ചേഴ്സ് ആയാലും എല്ലാ കുട്ടികൾക്കും സപ്പോർട്ടാണ്. പിന്നെ ഇന്നത്തെ സമയം ചില പീരീഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും, ലൈക്ക് എന്താണ് ഡ്രോയിങ് അല്ലേ? പിന്നെ PT പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നോ? ഡ്രില്ല് എന്നൊക്കെ പറഞ്ഞു. PT പീരീഡ് ഒക്കെ എന്താണ് കുട്ടിക്ക് ഇഷ്ടമായിരുന്നു? എന്തുകൊണ്ടാണത്? അന്നത്തെ അതെ, ആ ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും. ആ PT പീരീഡിന്റെ ടീച്ചേഴ്സ് ആയാലും ഡ്രോയിങ്ങിന്റെ ടീച്ചർ, അതിനെപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. നമ്മളോട് നല്ല സഹകരിച്ച് നിൽക്കും. ഇങ്ങനെയല്ല അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണ് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നത്. ഈ എന്താ PT പീരീഡിന്റെ ടീച്ചേഴ്സിനൊക്കെ നല്ല നമ്മളോട് കുട്ടികളുടെ ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും അങ്ങനെ നമുക്ക് ഇങ്ങനെ ചോദിക്കാനും ഒരു നല്ല താല്പര്യം ഉണ്ടായിരുന്നു. മറ്റേ ടീച്ചേഴ്സിനെ കാണുമ്പോ തന്നെ ഓരോരുത്തരും മുഖപ്പോന് ഓർമ്മ വരും. ഭയങ്കര പേടി. മാത്സ് ടീച്ചർ ആബ്സെന്റ് ആണെന്ന് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അതെ ശരിയാണ്. എന്താ ശ്രുതി ഷെയർ ചെയ്തത്? എനിക്ക് വായിക്കാൻ പറ്റിയില്ല. അത് മിസ്സേ PTA മീറ്റിങ്ങിനൊക്കെ വന്നു കഴിയുമ്പോ പേരന്റിനോട് മെയിനായിട്ടൊരു ഡയലോഗ് പറയും, കൂട്ടുകെട്ടാണ് അവനെ ഇങ്ങനെ നശിപ്പിക്കുന്നത്, ബുദ്ധിയുള്ള കുട്ടിയാണ് എന്ന്. ക്ലിയർ ആവുന്നില്ലടാ. ഹലോ, ഓക്കെ. എന്താണ് ശ്രുതി? ക്ലിയർ ആയില്ല. പറയൂ. ഈ PTA മീറ്റിങ്ങിന്റെ ടൈമിന് പേരൻസ് ഒക്കെ വന്നു കഴിയുമ്പോ പേരൻസ് പറയും അവൻ പഠിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. പക്ഷെ ടീച്ചേഴ്സ് പറയും അവൻ നല്ല കുട്ടിയാണ്, അവന് ബുദ്ധിയുണ്ട്. പക്ഷെ ഈ കൂട്ടുകെട്ടാണ് അവൻ നശിപ്പിക്കുന്നത്. ഓക്കെ അതെ ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട്? അതുപോലെ ഈ മാം ആക്ടിവിറ്റീസിനൊക്കെ പങ്കെടുക്കാൻ പോകുന്ന കുട്ടികളെ നോക്കി പണിതരുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടികൾക്കൊക്കെ നമ്മൾ ചേരാൻ പോകുമല്ലോ, ഈ ആനിവേഴ്സറി അമ്മകൾ പ്രോഗ്രാം. അപ്പം നമുക്ക് പ്രാക്ടീസ് ഉണ്ടാകും ഇതിന്റെ ഇടയില് പീരീഡുകളില്. അപ്പൊ അത് കഴിഞ്ഞ് വരാൻ ഒരു 5 മിനിറ്റ് താമസിച്ചാ നമ്മളോട് പറയാം അവിടെ നിന്നോ, ഇല്ലെങ്കിൽ മറ്റേ ആക്ടിവിറ്റി ചെയ്തിട്ട് കയറിയാൽ മതി. മിക്കവാറും മാത്സ് ടീച്ചറിന്റെ കയ്യിൽ ഇരകളായിരുന്നു. ഓക്കെ ദെൻ ഇനി വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? മാം, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് 8th 9th 10th ഈ ഇംഗ്ലീഷിന് എനിക്ക് ടീച്ചർ ക്ലാസ്സിൽ എടുക്കുമ്പോൾ മനസ്സിലാവാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ പഠിക്കാത്ത കുട്ടികളുടെ ഇതിലാണ് ടീച്ചർ എന്നെ ഇട്ടിരുന്നത്. അപ്പൊ പഠിക്കുന്ന കുട്ടികളത്ത് ഭയങ്കര കമ്പനിയാണ്.
അപ്പൊ എനിക്കാണെങ്കിൽ ആക്ച്വലി 11th കണ്ണിന് പ്രശ്നമുണ്ട്, പവർ ഉണ്ടായിരുന്നു എന്ന് അറിയുന്നത്, -2.75 ഉണ്ടെന്ന് അറിയുന്നത്. കാരണം ടീച്ചേഴ്സും കണ്ടുപിടിച്ചില്ല, പാരന്റ്സും കണ്ടുപിടിച്ചില്ല. ഞാൻ അടുത്തിരിക്കുന്ന കുട്ടികളെയൊക്കെയാണ് നോക്കി എഴുതാറ്. അപ്പോ ആ ഒരു ഇതുകൊണ്ട് നമ്മളെ ഇങ്ങനെ സെപ്പറേറ്റ് ആയതുകൊണ്ട്, പക്ഷെ മാത്സിനൊക്കെ നല്ല മാർക്ക്, ഫുള്ള് ഏകദേശം ഒരു 98 അങ്ങനെയൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് ഹാപ്പിയാണ്. പക്ഷെ ഇംഗ്ലീഷിന്, ഹിസ്റ്ററി, ജോഗ്രഫി അതൊക്കെ നമുക്ക് ബോർഡിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് കാണുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചാണ് എഴുതുന്നത്. പക്ഷെ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും എനിക്ക് എന്തോ ആ ടീച്ചറോട് ഇപ്പോഴും ഒരു ഇഷ്ടമില്ല. ഇംഗ്ലീഷ് ടീച്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എന്റെ പണ്ടത്തെ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് മുഴുവൻ. അതെ അതെ. ഓക്കെ സിജി, ദെൻ അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ കുട്ടികളെ പിച്ചെത്തില്ലല്ലോ, ഈ പിച്ചുമില്ലല്ലോ. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ മിസ്സുമാര് അടിക്കുക, പിച്ചുക, അവർക്ക് വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് തീർക്കും. ഇപ്പൊ പിള്ളേരെ തൊടാൻ പോലും പറ്റൂല. വീട്ടിലെ ദേഷ്യം എന്താണ് സ്കൂളിൽ വന്ന് തീർക്കാറുണ്ടെന്ന് പറയും അല്ലേ? ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? അതേപോലെ പണ്ട് സമയങ്ങളിലെ എക്സാമിന്റെ സമയത്ത് 2 ക്ലാസ് ആക്കി ഇരിക്കും. പഠിക്കുന്ന കുട്ടികൾ ഒരു ക്ലാസ്സില്, പഠിക്കാത്ത കുട്ടികൾ വേറെ ക്ലാസ്സിൽ തന്നിട്ട്. ഞങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അങ്ങനെ ചെയ്തിരുന്നു. നല്ല പഠിക്കുന്ന കുട്ടികൾ A ക്ലാസ്സിലും, കുറച്ച് പഠിക്കുന്ന കുട്ടികൾ B ക്ലാസ്സിലും, പിന്നെ പഠിക്കാത്ത കുട്ടികൾ C ക്ലാസ്സിലും, അങ്ങനെ ഇപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഇപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഇപ്പൊ അവരെ നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ ക്ലാസ്സിൽ നിന്ന് തന്നെ അവര് ശരിക്ക് ഇതാക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ഇപ്പൊ ഓരോ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് നമ്മളോട് പാരന്റ്സിനോട് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാണ്ട് മറ്റു കുട്ടികളുടെ മുമ്പിൽ അവരെ നാണം കെടുത്തുന്നില്ലത്. പറയാറില്ല. ഓക്കെ ഓക്കെ. പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയക്കും കുട്ടികളുടെ അല്ലേ? ഇപ്പൊ അങ്ങനെയാണ് ഓരോ കുട്ടികൾക്കും. അതെ, പേഴ്സണൽ മെസ്സേജ് ആണ് അയക്കാറ് കൂടുതലും. അപ്പൊ അതേപോലെ തന്നെ ഒരു ക്ലാസ്സിലിരിക്കുന്ന കുട്ടികള്, ഒരു ക്ലാസ്സിൽ എന്താണ് കുറെ കുട്ടികളുണ്ട്, അവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആയിരിക്കോ, സ്കില്ല് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്? എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിലുള്ള IQ ലെവല്, ഒരേ സ്കില്ല് ആയിരിക്കോ? കുട്ടികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? നമ്മളെയൊക്കെ എങ്ങനെയാ ട്രീറ്റ് ചെയ്തിരുന്നത്? ചില കുട്ടികൾക്ക് എന്താണ് പഠിക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ഉള്ള, താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. ചിലർക്ക് എന്താണ് ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. മറ്റു ചില ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് എങ്ങനെയാണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്യണം ചില കാര്യങ്ങൾ. ഇപ്പൊ മാത്സ് ആണെങ്കിലും എന്താണെങ്കിലും എന്താണ് കുറെ ടൈം ഒന്ന് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അല്ലേ? പക്ഷെ നമ്മളൊക്കെ പഠിച്ചു വന്ന സമയത്ത് അങ്ങനെയായിരുന്നോ? അല്ല, ഒരിക്കലും അല്ല ടീച്ചറെ, അങ്ങനെയല്ല. മുന്നിലിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എന്താണ്, എല്ലാ കുട്ടികൾക്കും എല്ലാ കാര്യങ്ങളും അറിയാം. ആ ഒരു കോൺസെപ്റ്റിലാണ് ടീച്ചർ പഠിപ്പിച്ചിരുന്നത് അല്ലേ? ടീച്ചർ ഓരോ ക്ലാസ് എടുത്തിട്ട് പോവും. അതിൽ പഠിക്കാൻ പറ്റിയ ആ കുട്ടികൾ ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് കേറാൻ മണ്ടിയിൽ കയറുന്ന കുട്ടികൾക്ക് വേഗം കയറും, അല്ലാത്തവർക്ക് ഇല്ല. ആ ക്ലാസ് നഷ്ടമായി. അതിന് രണ്ടാമത് ചോദിക്കാൻ പറ്റൂല, ഒന്നും പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. എല്ലാ കുട്ടികളെയും എന്താണ് പലതരത്തിലുള്ള ഫസ്റ്റ് ബെഞ്ചിൽ എപ്പോഴും പഠിക്കുന്ന കുട്ടികളായിരിക്കും പണ്ട് മുതൽ ഇരുന്നിരുന്നത്. ബാക്കിൽ ഇരിക്കുന്നവർ ഉണ്ടായിരുന്നു. ശരിയാണ് അതല്ലേ? ലാസ്റ്റ് ബെഞ്ചേഴ്സ് എന്താണ് അവര് പഠിക്കുന്നുണ്ടോ, ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്നും നോക്കില്ല. അവര് ക്ലാസ് എടുക്കും, ഫ്രണ്ടിലത്തെ കുട്ടികളോട് ചോദിക്കും മനസ്സിലായോ, അപ്പൊ അവര് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഓക്കെ, ആ ക്ലാസ് അവിടെ കഴിഞ്ഞു. പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ ആ സമയത്ത് നിങ്ങൾക്ക് എന്തായിരുന്നു പണിയെന്ന് സംശയം പോയി. അതെ, ബാക്ക് ബെഞ്ചേഴ്സ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് എല്ലാ കുട്ടികളെയും ഒരേ രീതിയിലല്ല ട്രീറ്റ് ചെയ്തിരുന്നത്, പാർഷ്യാലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ, നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു ടീച്ചറിന്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ എന്താണ് പല കഴിവുകളുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. ചിലർക്ക് എന്താണ് തനിയെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് കഴിവുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. ചിലർക്ക് എന്താണ് 1-2 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴായിരിക്കും കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനായിട്ട് കഴിയുന്നത് അല്ലേ? അപ്പൊ അത്തരം കുട്ടികളെ നമ്മൾ എന്താണ് ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളുണ്ട്. അപ്പൊ എല്ലാ കുട്ടികളെയും ഒരേ രീതിയിൽ എന്താണ് പ്രത്യേകം ഓരോ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ? ഓരോ കുട്ടികളുടെയും സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി, ആ രീതിയിലായിരിക്കണം നമ്മൾ ആ കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലേ? ചില കുട്ടികൾക്ക് എന്താണിപ്പോ
എന്നാൽ ചില പിക്ചേഴ്സിന്റെ ഹെൽപ്പോട് കൂടി പഠിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ ആ രീതിയിലായിരിക്കണം പഠിപ്പിക്കേണ്ടത്. മറ്റു ചിലർക്ക് എന്താണ് ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി, അപ്പൊ അവർക്ക് എന്താണ് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ട് കഴിയും. ആ കുട്ടികൾ എന്താണ് ആ രീതിയിലായിരിക്കണം പഠിപ്പിക്കേണ്ടത്. അപ്പൊ കുട്ടികളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മനസ്സിലാക്കിയായിരിക്കണം പഠിപ്പിക്കേണ്ടത്. ശരിയാണോ? എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? ശരിയാണ്. ആ, അപ്പൊ ഇവിടെയാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ മോണ്ടിസോറി ടീച്ചിങ് എഡ്യൂക്കേഷന്റെ പ്രാധാന്യം വരുന്നത്. അവിടെ എങ്ങനെയാണ് ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ പ്രത്യേകത എന്താണ്? എന്തായിരിക്കാം? ഓരോ കുട്ടികൾക്കും എന്താണ് സ്പെഷ്യൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. ഓരോ കുട്ടികളുടെയും സ്കിൽ എന്താണ് എന്ന് മനസ്സിലാക്കി അവർക്ക് പ്രത്യേകം അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. മോണ്ടിസോറി എന്ന് പറയുന്നത് തന്നെ, മോണ്ടിസോറി സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ലേണിംഗ് ത്രൂ ആക്ടിവിറ്റീസ്, ആക്ടിവിറ്റികളിലൂടെയുള്ള പഠനം എന്നാണ് മോണ്ടിസോറിയിൽ പറയുന്നത്. ഓക്കെ, ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ടാണ് കുട്ടികൾ എന്താണ് അറിവ് ശേഖരിക്കുക, അറിവ് സമ്പാദിക്കുക, അതിലുപരി എന്താണ് കുട്ടികളെ സ്വയം പ്രാപ്തരാക്കുക, ഇൻഡിപെൻഡന്റ് ആക്കുക, സ്വയം അറിഞ്ഞുകൊണ്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുക. അതായിരുന്നു മോണ്ടിസോറിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ ട്രഡീഷണലി ഫോളോ ചെയ്ത് വന്ന എന്താണ് ബ്ലാക്ക് ബോർഡോ ചോക്കോ ബെഞ്ചോ ഡെസ്കോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല മോണ്ടിസോറി ക്ലാസ് റൂമിനുള്ളത്. ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണെന്ന് പറയാറുണ്ട് അല്ലേ? ധാരാളം ഫ്രീഡം ഉണ്ട് കുട്ടികൾക്ക്. എന്താണ് ഏത് ആക്ടിവിറ്റീസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. പിന്നെന്തൊക്കെയാണ്? ധാരാളം അപ്പാരറ്റസുകൾ ഉണ്ട്. പിങ്ക് ടവർ, അതേപോലെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് പോലുള്ള അപ്പാരറ്റസുകളുടെ ഹെൽപ്പോട് കൂടിയാണ് കുട്ടികൾ ഓരോ കാര്യങ്ങൾ എന്താണ് സെൽഫ് ആയിട്ടാണ് അവർ പഠിക്കുന്നത് അല്ലെ? ഒരു ടീച്ചറിന്റെ റോൾ എന്താണ്? ഒരു ടീച്ചറിന്റെ റോൾ എന്താ? കുട്ടികളെ ഇഷ്ടത്തിൽ പഠിപ്പിക്കുക, കുട്ടികൾക്ക് അനുസരിച്ചിട്ടുള്ള അവരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ടീച്ചർ എങ്ങനെയായിരുന്നു? നമ്മൾ പഠിച്ചു വന്ന ടൈമിൽ ടീച്ചർ എങ്ങനെയായിരുന്നു? ടീച്ചറെ ഇഷ്ടത്തിന് പഠിപ്പിച്ചിരുന്നത് നമ്മള് പഠിച്ചു വരുമ്പോ. ഇപ്പോ കുട്ടികളെ ഇഷ്ടത്തിനാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു ഹോംവർക്ക് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണമെങ്കിൽ ടീച്ചർ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? ഇന്ന ടൈമിനുള്ളത് കംപ്ലീറ്റ് ചെയ്യണം, ഈ രീതിയിൽ ചെയ്യണം, എല്ലാ ഇൻസ്ട്രക്ഷൻസും നമുക്ക് ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും. അങ്ങനെയായിരുന്നില്ലേ? അങ്ങനെയായിരുന്നോ? അങ്ങനെയായിരുന്നു. സോ പക്ഷെ എന്താണ് മോണ്ടിസോറിയിൽ എങ്ങനെയാണ്? ആ പ്രിപ്പയർഡ് ക്ലാസ് റൂമിലെ ടീച്ചറിന്റെ പ്രത്യേകത എന്താ? ഫെസിലിറ്റേറ്റർ ആണെന്ന് പറയും അല്ലെ? എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് മോണ്ടിസോറിയിലെ ടീച്ചർ എന്ന് പറയുന്നത്. കുട്ടികൾ എന്താണ് ഒബ്സർവ് ചെയ്യുക, അവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഇന്ന ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എന്താണ് കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ് മാം. സോ അതേപോലെ തന്നെ പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള, പ്രായത്തിന് അനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ആണ് നൽകിയിരുന്നത്. ഓക്കെ, പ്രായത്തിന് അനുയോജ്യമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ നൽകിക്കൊണ്ട് അതെന്താണ് അത് ഒബ്സർവ് ചെയ്തുകൊണ്ട് കുട്ടികൾ സെൽഫായിട്ടാണ് ഓരോ കാര്യങ്ങളും പഠിച്ചിരുന്നത്. ഓക്കെ, ഇനി ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഇനി ആക്ടിവിറ്റീസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അനശ്വര ചെയ്തതായിരുന്നു. അനശ്വര ഇല്ല മിസ്സേ. സ്റ്റോറി ടെല്ലിംഗ് മാത്രമേ ഉള്ളൂ. പനിയാ മിസ്, ഞാൻ അടുത്ത തിങ്കളാഴ്ച ചെയ്യാം. പനിയാ മിസ്, ഞാൻ അടുത്ത തിങ്കളാഴ്ച ചെയ്യാം. ഓക്കെ, ദെൻ വേറാരാ? നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാമോ? ഓക്കെ സുജി, വേറെ ആരെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ട്? ഞാൻ സ്റ്റോറി ടെല്ലിംഗ് ഓക്കെ ചെയ്യാം. എല്ലാവർക്കും അറിയുന്ന കഥയാണ്. ചെയ്തോട്ടെ. ചെയ്തു. A thirsty crow. It was a hot day. A crow was very thirsty. He looked for a water here and there. At last, he saw a water pot with a little water in it.
He got an idea. He thought of a plan. He collected few pebbles and threw them into the water pot one by one. The water came up. The crow drank the water and flew happily. Moral: where there is a will, there is a way. ഓക്കെ സിയ, വെരി ഗുഡ്. നമുക്ക് എന്താണ് ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോറി ആണെങ്കിൽ അത് പ്രസന്റ് ചെയ്ത ഒരു രീതി ഉണ്ടല്ലോ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയായിരുന്നു. കുട്ടികളെ എന്താണ് പിടിച്ചിരുത്താൻ കഴിയുന്ന രീതിയിലാണ് അത് പ്രസന്റ് ചെയ്തത്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ സിയ. ഓക്കെ, ദെൻ പേരാരാ? ഞാൻ പറയാം. ഓക്കെ സൈനു. മിക്ക ആളുകൾ ലെഫ്റ്റ് ചെയ്ത് പോകുന്നു, എന്താ അത്? അത് ഞാനത് എടുക്കാൻ പോയത്, ഞാൻ ഒരു കഥ എഴുതി നോക്കാൻ പോയത്. അല്ല, ഞാൻ ചോദിച്ചത് മിക്ക ആളുകൾ എന്താണ് ലെഫ്റ്റ് ചെയ്ത് പോയി നമ്മുടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ സൈനു, സ്റ്റാർട്ട് ചെയ്തോളൂ. എനിക്ക് തോന്നി ടീച്ചർ മാമിനെ മനസ്സിലായിരുന്നു. കിഡ്സ് വൺസ് അപ്പോൺ എ ടൈം ഒരു മിനിറ്റ് സൈനു, സിയ മ്യൂട്ട് ചെയ്യാമോ സിയ? ഓക്കെ. once upon a time there were two cats. വീഡിയോ ഓണക്ക ഷോളൊന്ന് ഇട്ടിട്ടെല്ലാം നിന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഓണക്ക. അപ്പൊ സൗണ്ട് മോഡുലേഷനൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ സൈനു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. Once upon a time there were two cats. They were good friends. They got a pieces of bread. While sharing, they made big and small pieces, so they began to fight for the bigger pieces. At the same time, a monkey saw the fighting. The monkey said, "I will share with you equally." He bit the bigger pieces to make it equally. Again, he bit the other bigger pieces to make it equally. Bit by bit, he ate the whole bread and went away happily. The poor cat lost the bread. Moral: we must learn to share what we have. ഒരു മങ്കിന്റെ കാറ്റിന് കഥയായിരുന്നു. ഞാൻ വരച്ചിട്ടില്ല, അതാ ഞാൻ പറയാന്ന് പഠിച്ചിരുന്നത്. ചിത്രം വരച്ചിട്ടില്ല, അപ്പൊ ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. കുറച്ചൊന്നും കൂടിയും പഠിക്കാൻ. സൈനു നന്നായിട്ട് ചെയ്തു. കുറച്ചുകൂടിയൊക്കെ എന്താണ് ഇമ്പ്രൂവ്മെന്റ് വരുത്താവുന്നതാണ്. നമുക്ക് എന്താണ് പോകെ പോകെ ശരിയാക്കാം അതൊക്കെ. എന്നാലും നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ദെൻ വേറെ ആരെങ്കിലും റെഡി ആണോ? വേറെ ആരെങ്കിലും ഉണ്ടോ ആക്ടിവിറ്റി ചെയ്യാനായിട്ട്? സോ നമുക്ക് എന്താണ് ചാപ്റ്ററിലോട്ട് പോകാം. ഇനി ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അനശ്വര ഉണ്ട്, ദെൻ വേറെ ആയിരുന്നു? സിജി, പിന്നെ ആരാ പറഞ്ഞത്? ഐശ്വര്യ. ഓക്കെ ഐശ്വര്യ. ദെൻ ആര്യലക്ഷ്മി ചെയ്തിട്ടില്ല? ഇല്ല മിസ്സേ.
ആക്ഷൻ സോങ് ചെയ്തായിരുന്നോ? ആ ചെയ്തായിരുന്നു. ആ ഓക്കെ ഓക്കെ. ബാക്കിയുള്ളവർ എന്താണ് നെക്സ്റ്റ് ക്ലാസ്സില് എന്തോ മാം സോങ് എനിക്കും ചെയ്യാണ്ട്. റെഡിയാണ്? ആ ചെയ്തോളൂ. റെയിൻബോ സോങ് ആണ്, കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. റെയിൻബോ വീഡിയോ ഓൺ ആക്കിക്കോ. Rainbow, rainbow, rainbow in the sky. Some shine and rain, that's why. Sunshine and rain, that's why. Red or orange, yellow, green and blue. Indigo, violet, that is really true. Rainbow, rainbow, rainbow in the sky. Sunshine and rain, that is why. Red and orange, yellow, green and blue. Indigo, violet, that is really true. Sometimes half, sometimes full, but rainbow is very beautiful. Sometimes half, sometimes full, but rainbow is very full, beautiful. Rainbow, rainbow, high and bright. Rainbow, rainbow, moon and light. എനിക്കത്രയുള്ളൂ. ഓക്കെ, സൈനു നന്നായിട്ടുണ്ടായിരുന്നു. ഫുൾ ഓൺ എനർജിയിലാണ് സൈനു അല്ലേ? ഓക്കെ, കുട്ടികൾക്ക് പാടിക്കൊടുക്കേണ്ട അവസ്ഥ എത്തിയിട്ടില്ല, ഒന്നും കൂടി ശരിയാവാണ്ട്. ആ ശരിയാവാനുണ്ട്, കുഴപ്പമില്ല. നല്ല നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. നന്നായിട്ട് എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പാടുണ്ട്, ഓരോ പാട്ടുകൾ ഇങ്ങനെ നോക്കണം, അപ്പൊ ഞാൻ എഴുതിയിരിക്കലാണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ചെയ്യാനേ. ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കുറച്ചുകൂടി കോൺഫിഡൻസോട് കൂടി എന്താണ് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പൊ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, ബുക്കിൽ നോക്കി വായിക്കണോ അല്ലേ? ആ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതൊക്കെ ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. ഇപ്പൊ ഈ ക്ലാസ്സിൽ ചേർന്നിട്ടാണ് എനിക്ക് ഇംഗ്ലീഷ് ഇങ്ങനെ വായിക്കാൻ കിട്ടല് തുടങ്ങിയത്. അത് ഈ ടീച്ചേഴ്സ്, എല്ലാ ടീച്ചേഴ്സിനും അതിന് എനിക്ക് നന്ദിയുണ്ട്. എനിക്ക് അറിയില്ലായിരുന്നു, കൂടുതലായിട്ട് അറിയില്ല. 22 വർഷമായി നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കലില്ലല്ലോ, വീട്ടിലല്ലേ. അപ്പൊ ഞാനത് ഒന്നുകൂടി വന്നതാണ് ഇപ്പൊ 2 വർഷമായിട്ട്. അപ്പൊ ഇങ്ങനെ ഇതിൽ ചേർന്നപ്പോ ഒന്നുകൂടി കൂടുതലായിട്ട് പഠിക്കും. എല്ലാ ദിവസവും എന്താണ് ചെറിയ ചെറിയ ബുക്സ് ഒക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ പാരഗ്രാഫ് ഒക്കെ റീഡ് ചെയ്യാം. ഓക്കെ. ദെൻ നമുക്ക് എന്താണ് ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ട്? സോ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. മരിയ മോണ്ടിസോറി യൂണിറ്റ് 1 ആണ്. മരിയ മോണ്ടിസോറി നമ്മൾ പറഞ്ഞു, മരിയ മോണ്ടിസോറി എന്ന് പറയുന്നത് മോണ്ടിസോറി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഫൗണ്ടർ ആണെന്ന് പറഞ്ഞു. അവരൊരു ഇറ്റാലിയൻ ഫിസിഷ്യൻ ആയിരുന്നു, ഒരു ഡോക്ടർ ആയിരുന്നു, ഒരു ഇറ്റാലിയൻ ഡോക്ടർ ആയിരുന്നു. അതിനുശേഷമാണ് എന്താണ് എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് അവർ വരുന്നത്. അപ്പോൾ അതിന് വരാനായിട്ട് ചില കാരണങ്ങൾ, ചില എക്സ്പീരിയൻസ് അവർ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ മരിയ മോണ്ടിസോറിയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾ എന്താണ് തനിയെ സെൽഫായിട്ട് ഓരോ കാര്യങ്ങളും ഒബ്സർവ് ചെയ്തുകൊണ്ട് എന്താണ് പഠിക്കണം എന്നുള്ളതായിരുന്നു മരിയ മോണ്ടിസോറിയുടെ തിയറി. ഓക്കെ. പിന്നെ പറയുന്നത് ഇപ്പൊ ഒരു ഫിസിഷ്യൻ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ടൈമില് ഒരു ഗ്രൂപ്പ് ഓഫ് ഫീബിൾ മൈൻഡഡ് ആയിട്ടുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ മാനേജ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതായത് ഫീബിൾ മൈൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇനാക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ, കുറച്ച് എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇനാക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ എന്താണ് മാനേജ് ചെയ്യേണ്ടതായിട്ട് വന്നു. അവരൊരു ഫിസിഷ്യൻ ആണല്ലോ. സോ ആ സമയം അവരെ ട്രീറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികൾ എന്താണ് ഇനാക്റ്റീവ് ആയിട്ട് മാറാനുള്ള കാരണം എന്തായിരുന്നു? അവരുടെ സെൻസസ് പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കാത്തതായിരുന്നു അതിനുള്ള കാരണമെന്ന് മരിയ മോണ്ടിസോറി കണ്ടെത്തി. എന്താണ് സെൻസസ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? എന്തായിരിക്കാം? അവര് സെൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസും എന്താണ് ചെയ്യുന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ സെൻസ് എന്ന് പറഞ്ഞാൽ എത്ര സെൻസ് ഉണ്ട് നമുക്ക്? ഏതൊക്കെയാണത്? 5 സെൻസ്. ഏതൊക്കെയാ? eye, ear, hand, skin, mouth, tongue.
ഓക്കെ, എല്ലാവർക്കും അറിയാലോ 5 സെൻസ് ഏതാണെന്ന്. അപ്പൊ ഓരോ സെൻസും എന്താണ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ആ കുട്ടികൾ എന്താണ് ഫീബിൾ മൈൻഡഡ് ആയിട്ട് മാറിയതെന്ന് അവർ കണ്ടെത്തി. സോ അത് മാറ്റാനായിട്ട് അവരെ ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി എന്താണ് സെൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ കുട്ടികൾക്ക് നൽകുക. അതായിരുന്നു അവർ സെലക്ട് ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത്. അവർക്ക് സജസ്റ്റ് ചെയ്ത നിർദ്ദേശം അഡ്വൈസ് എന്തായിരുന്നു? സെൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളിൽ കുട്ടികളെ ഏർപ്പെടുത്തുക. അതിലൂടെ എന്താണ് അവരെ ആക്റ്റീവ് ആക്കി മാറ്റാനായിട്ട് കഴിയുന്നതാണ്. ഇങ്ങനെ ഫീബിൾ മൈൻഡഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമല്ല, എന്താണ് നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത് അവരെ ഡെവലപ്പ് ചെയ്യുന്നത് അവരുടെ ബുദ്ധി വളർച്ചയ്ക്ക് എന്താണ് വളരെ ഉപകാരപ്രദമാകുമെന്ന് എന്താണ് മോണ്ടിസോറി കണ്ടെത്തി. യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എന്താണ് മോണ്ടിസോറി കണ്ടെത്തി. സോ ഓരോ സെൻസിനും എന്താണ് അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയായിരിക്കാം? ഫസ്റ്റ് സെൻസ് പറയൂ, ഏതാണ്? ഓക്കെ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന അതിന് ഇംപ്രൂവ് ആക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയായിരിക്കാം? ഇവിടെ സി കാണുക എന്ന് പറയുന്ന ഒരു സെൻസിന് എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റീസുകൾ ഏതൊക്കെയായിരിക്കാം? എന്തൊക്കെ ആക്ടിവിറ്റീസുകൾ കുട്ടികൾക്ക് കൊടുക്കാം? കോൺസെൻട്രേഷൻ വരുത്താൻ വേണ്ടിയിട്ട് നമ്മള് എന്താ പറയാ, പോൾ ഇങ്ങോട്ട് തിരിക്കുമ്പോ ഇങ്ങോട്ട് നോക്കുക, റൈറ്റിലേക്ക് തിരിക്കുമ്പോ ഇങ്ങോട്ട്, കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ണ് ആക്ടിവിറ്റീസ്. ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ നൽകാം. ഓക്കെ, ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ? പിക്ചേഴ്സിലൂടെ ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റും. എന്താണ്? പിക്ചേഴ്സിലൂടെ ആക്ടിവിറ്റീസ് കൊടുക്കാനായിട്ട് സാധിക്കും. പിക്ചേഴ്സിലൂടെ ഓക്കെ, പിക്ചർ ഐഡന്റിഫൈ ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്. യെസ് മാം. ഓക്കെ, ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ? 5 minutes കൊണ്ട് ഒരു ഒബ്സർവേഷൻ കണ്ടിട്ട് കുറെ വസ്തുക്കൾ വെച്ചിട്ട് കണ്ടിട്ട് 5 മിനിറ്റില് അത് കാണാതെ എഴുതിപ്പിക്കാം. ഓക്കെ ഓക്കെ, ദെൻ എന്തോ സോങ്ങിലൂടെ പഠിപ്പിക്കാന്ന് പറയാം. സോങ് പാടിയിട്ട് അതിലെന്തൊക്കെ നമ്മള് ഈ കണ്ണി, ചെവി, മൂക്ക്, കണ്ണിന്റെ ഒരു സെൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ. പസില് കൊടുക്കാം. ഓക്കെ, പസിൽ. ദെൻ അവരുടെ മുന്നിൽ ഒരു 3-4 വെക്കുക. അതിനുശേഷം ഒരു ബുക്ക് എന്തെങ്കിലും ഇങ്ങനെ മറച്ച് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മാറ്റുക. എന്നിട്ട് അവരോട് ചോദിക്കുക, അത് കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കുക ഇതിൽ ഏതാണ് കാണാനില്ലാത്തതെന്ന് ചോദിക്കുക. ഓക്കെ ശില്പ, അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് കൊടുക്കാം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? കളേഴ്സ് കൊടുക്കാം. കളേഴ്സ് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണല്ലോ. അപ്പം കുറേ കളർ ഇട്ടിട്ട് ഓരോ കളറ് ഗ്രീൻ കളർ എടുക്കാനോ അല്ലെങ്കിൽ ഓറഞ്ച് കളേഴ്സ്, ഒരു കൂട്ടം കളേഴ്സ് ചെയ്യുന്നു, അത് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ കളേഴ്സ് ആയതുകൊണ്ട് അവർക്ക് താല്പര്യം. അതെ, വെരി ഗുഡ്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? മാം, ഒരു 10 കാർഡ്സ് വെച്ചിട്ട് ഒരേപോലത്തെ നമ്മൾ റിവേഴ്സിൽ നോക്കുമ്പോൾ സെയിം പിക്ചർ ഉള്ളത് വേറെ കാർഡ് വരുന്നുണ്ടെങ്കിൽ അത് പക്ഷെ ആക്ച്വലി കണ്ണിനും വരും, പക്ഷെ അത് കുറച്ചും കൂടി ബ്രെയിനിനും കൂടി വർക്ക് കൊടുക്കുന്നതാണത്. മാച്ച് ചെയ്യാനായിട്ടല്ലേ? ദെൻ നമ്മുടെ ബുക്കിൽ ഇൻഫിനിറ്റി അല്ലെങ്കിൽ 2 ആരോസ് വെച്ചിട്ട് 2 കയ്യിലും ബോൾസ് കൊടുക്കുക. എന്നിട്ട് അവരോട് അങ്ങോട്ട് ഒരു ആരോ അപ്പിലേക്കും ഒരു ആരോ ഡൗണിലേക്കും കൊടുക്കുക. എന്നിട്ട് 2 കയ്യിലെ ബോൾസും 2 ടൈമിൽ 2 സൈഡിലേക്കും ഇത് ചെയ്യാൻ പറയാം. പിന്നെ അതേപോലെ മൂവ് ചെയ്യാൻ പറയാം. അതേപോലെ തന്നെ നമ്മുടെ പെൻസിൽസ് ഇല്ലേ, 4-5 പെൻസിൽ വെച്ചിട്ട് നമ്മുടെ 2 കയ്യിലും ആദ്യം ഇൻഡെക്സിൽ പെൻസിൽ ഹോൾഡ് ചെയ്യാം, അതിനുശേഷം മിഡിൽ ഫിംഗറിൽ ഹോൾഡ് ചെയ്യാം, അതിനുശേഷം പിന്നെ ബാക്കിയുള്ള ഫിംഗേഴ്സിൽ അവർക്ക് പറ്റുന്ന അത്രയും അവരെ കൊണ്ട് ഹോൾഡ് ചെയ്യിക്കാം. എൻ്റെ കുഞ്ഞ് ആദ്യമൊക്കെ 2 എണ്ണമൊക്കെ ചെയ്യുള്ളായിരുന്നു, പക്ഷെ ഇപ്പോൾ 4 എണ്ണമൊക്കെ മാക്സിമം അവൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ദെൻ ഇപ്പൊ ഷാഡോസ് കൊടുത്തിട്ട്, അതായത് ഇപ്പൊ പിള്ളേർക്ക് പരിചയമുള്ള ഇപ്പൊ ഡോഗ് ആണെങ്കിൽ ഡോഗ്, ക്യാറ്റ് ആണെങ്കിൽ ക്യാറ്റ്, മങ്കി, അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് അതാണോ? ഷാഡോസ് കണ്ടുപിടിക്കുക. ഇപ്പൊ മനുഷ്യനാണെങ്കിൽ മനുഷ്യന്റെ കണ്ടുപിടിക്കുക, മാച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന. നെക്സ്റ്റ് സെൻസ് ഏതാണ്? ഇയേഴ്സ്.
എന്താണ് ഹിയർ കേൾക്കുക എന്ന് പറയുന്ന ആ ഒരു സെൻസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയായിരിക്കാം? ആനിമൽസിന്റെ ഒക്കെ സൗണ്ട് കൊടുത്തിട്ട് ആനിമൽസ് ആണൊക്കെ ചോദിക്കാമല്ലോ. ഏത് അനിമൽസിന്റെ സൗണ്ട് ആണ്? സൗണ്ട് എന്താണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ കൊടുക്കാം. ഓക്കെ, വെരി ഗുഡ്. ദെൻ പിന്നെ ഒരു ആക്ടിവിറ്റി ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ കേൾവി, അതായത് ആദ്യം ഒരു ബോട്ടിൽ നല്ലൊരു ബോള് ഒരു അവരുടെ സെന്ററിൽ വെക്കും. എന്നിട്ട് ഞാൻ എല്ലാവരോടും പറയും ടച്ച് യുവർ നോസ്, ടച്ച് യുവർ ഹെഡ്, ടച്ച് യുവർ ഐസ്, ടച്ച് യുവർ ഷോൾഡർ, ടച്ച് യുവർ നീ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ പറയും പിക്ക് എന്ന് പറയും. പിക്ക് എന്ന് പറയുമ്പോൾ ഈ ബോള് അല്ലെങ്കിൽ ഈ ബോട്ടിൽ എടുക്കണം. അപ്പൊ അത് അവർക്ക് കേൾക്കാനായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യൂല. അങ്ങനെ കേൾക്കുക, പറയുന്നത് എന്താണെന്ന് ഫോക്കസ് ചെയ്യവരല്ലേ, ശ്രദ്ധിക്കാം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ദെൻ വെരി ഗുഡ്. ദെൻ വേറെന്താ? പിന്നെ മ്യൂസിക്കൽ ചെയർ കൊടുക്കാം. എന്തോ? മ്യൂസിക്കൽ ചെയർ. ഓക്കെ ഓക്കെ. മ്യൂസിക്കൽ ചെയർ. ദെൻ കുട്ടികളെ തിരിച്ചു നിർത്തിയിട്ട് എന്തെങ്കിലും ഒരു സൗണ്ട്, ഇപ്പം ഒരു 4-5 തവണ ഒരു 4 പ്രാവശ്യം ഒരു സൗണ്ട് ഇങ്ങനെ പേന വെച്ചാണെങ്കിലും പെൻസിൽ വെച്ചാണെങ്കിലും പാത്രത്തിൽ വല്ല കൊട്ടിയിട്ട് എത്ര പ്രാവശ്യം ഇതിങ്ങനെ കൊട്ടിയിട്ടുണ്ടെന്ന് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് എണ്ണം കുറച്ച് കൊണ്ടുവന്നിട്ട് ഇത് എത്ര പ്രാവശ്യം കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വിനീത. ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ? മാം, കണ്ണിന്റെ കാര്യത്തിൽ ഒരു ആക്ടിവിറ്റി എനിക്കിപ്പോ ഓർമ്മ വന്നത്, നമ്മൾ പണ്ട് കാലത്ത് ചെയ്യാറുണ്ട്. മുറ്റത്ത് ഒരു സൂചി ഇട്ടിട്ട് കണ്ടുപിടിക്കുക, മണ്ണിന്റെ ഇടയിൽ നിന്ന് സൂചിനെ കണ്ടുപിടിക്കുക. ശരി, അപ്പൊ നമ്മളൊക്കെ കളിച്ചിട്ടുള്ളതല്ലേ? ഓക്കെ ഓക്കെ. അതെ. ഓക്കെ, വെരി ഇനി ഇപ്പോ ക്ലാസ് റൂമുകളിൽ പക്ഷി മൃഗാദികളുടെ ഒക്കെ സൗണ്ട് ഓരോ രീതിയിലും ഉച്ചരിച്ച് പറയുന്നുണ്ട്. കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇന്ന ഇന്ന മൃഗങ്ങളാണ്, ഇന്ന ഇന്ന കിളികളാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ടീച്ചർ. ചെയ്യാനായിട്ടല്ലേ? സൗണ്ട് കേട്ട് എന്താണ് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, വെരി ഗുഡ് സീത. ദെൻ അതെ, ഞാനും ആ സൗണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് ഓഡിയോ കൊടുക്കും. പിന്നെ ഒന്ന് കൊടുക്കും. പിന്നെ ഞാൻ ചെയ്യിക്കുന്നത്, ഞാൻ നമ്പേഴ്സ് കൗണ്ട് ചെയ്യും. നമ്പേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് 2-3 നമ്പേഴ്സ് സ്കിപ്പ് ചെയ്യും. അപ്പൊ അവരത് ശ്രദ്ധിക്കുമ്പോൾ അവർ പറയും ടീച്ചറെ ആ നമ്പർ പറഞ്ഞില്ല എന്ന് പറയും. അപ്പൊ അവരത് ഹലോ മിസ് പോയി. അപ്പൊ അവരത് ശ്രദ്ധിച്ചിരുന്നാല് ഞാൻ പറയും ശ്രദ്ധിച്ച് ആരാദ്യം പറയുന്നു അവർക്കാണ് ചോക്ലേറ്റ് എന്ന് പറയും. അപ്പൊ അവരത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും, ആരാദ്യം പറയും. അങ്ങനെ. ഓക്കെ, ദെൻ വേറെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? മാം, ഇവിടെ മോൻ വീട്ടില് ചെയ്യുന്നത്, നമ്മള് മീനൊക്കെ പോകുമ്പോ മീനിന്റെ വിളിച്ച് പറയില്ലേ, ആ സൗണ്ട് വീടിനകത്തിരുന്നിട്ട് കേൾക്കുമ്പോ എന്നോട് പറയണം എന്ന് പറയും. അപ്പൊ ദൂരേന്ന് വിളിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അതേ മീൻകാരൻ വരുന്നുണ്ടെന്ന് പറയും. അതേപോലെ മോട്ടർ നിറഞ്ഞ് വെള്ളം വീഴുന്ന സൗണ്ട് ഇവിടെ ഞങ്ങളുടെ ഇതിലോട്ട് വീഴുമ്പോൾ സൗണ്ട് ചെറുതായിട്ട് കേൾക്കുള്ളൂ. അപ്പൊ ഞാൻ അറിയാം അതും ശ്രദ്ധിക്കുക. അങ്ങനെ അതേപോലെ TV ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ഹൈ വോളിയം കൊടുക്കാറില്ല. ഞാൻ സൗണ്ട് കുറച്ചിട്ട് ശരിക്കും ചെവി നമുക്ക് കേൾക്കുന്ന പോലെ ചെറിയ സൗണ്ട് കേൾക്കാം. ഇപ്പൊ എല്ലാവരും ഹെഡ്സെറ്റും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പിള്ളേരുടെ ചെവി വലിയ വോളിയം ഉണ്ടെങ്കിലേ കേൾക്കുള്ളൂ, ചെറിയ സൗണ്ട് ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. അപ്പൊ ഞാൻ ഈ ചെറിയ സൗണ്ടുകൾ കേൾക്കാനായിട്ട് ഞാൻ അങ്ങനെയാണ് ചെറിയത് ചെയ്യിക്കാറ്. കൊടുക്കാറുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ദെൻ അത് ചേച്ചി പറഞ്ഞത് ശരിയാണ്. എന്താ TV വലിയ സൗണ്ടിൽ ഇട്ടാല് അവർക്ക് മോട്ടർ നിറഞ്ഞ് പോകണ്ടേലും വേറെ ആര് വിളിക്കണ്ടേലും ഒന്നും കേൾക്കില്ല. ഞാൻ കേട്ടാലും മിണ്ടാതിരിക്കും. അവർ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കിയിട്ട് മിണ്ടാതിരിക്കും. അപ്പൊ ഒരു 10 അവർ കേൾക്കുന്നുണ്ടേലും ഇമ്മ പോയി തുറന്നോട്ടെ വാതിൽ വിചാരിച്ചിട്ട് പോലും മൈൻഡ് ചെയ്യൂല. അപ്പൊ ഞാൻ 10 മിനിറ്റ് അവിടെ നിൽക്കുമ്പോ അവരെന്നെ തന്നെ വേഗം പോയി തുറക്കും. സൗണ്ട് കൂടുതലിട്ട് ആ TVയിലേക്ക് മാത്രം ശ്രദ്ധിക്കും. അങ്ങനത്തെ സ്വഭാവം ഉണ്ട് ഇപ്പോ. അപ്പൊ കുറച്ച് സമയം ചെയ്തില്ലെങ്കിൽ അവരൊന്ന് പോയി തുറക്കും. അങ്ങനെയുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോന്ന് നോക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ദെൻ വേറെന്തെങ്കിലും ആക്ടിവിറ്റീസ്? മിസ്, അവര് ഫെമിലിയർ ആയിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ഇല്ലേ, അപ്പൊ അവര് കാണുന്ന ഇപ്പൊ പേരൻസ് അല്ലെങ്കിൽ അവരുടെ ചുറ്റിലുള്ള സറൗണ്ടിങ്സിന്റെ സൗണ്ട് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. അവർ ഈ നാക്ക് തിരിയാത്തത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നാക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുക. അത് പ്രാക്ടീസ് ചെയ്യിക്കുകയാണെങ്കിൽ അതുപോലെ അവർ ട്രൈ ചെയ്യുന്നതനുസരിച്ച് അവരുടെ നാക്ക് കുറയ്ക്കൂലേ.
ഓക്കെ അനശ്വര. അതിന് അതേപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഏതാണെന്ന് കണ്ടെത്താനായിട്ട് പറയാവുന്നതാണ് അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാവുന്നതാണ്. വേറെന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനായിട്ട്? പിന്നെ മിസ്സേ, ഇപ്പം എന്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരുന്നപ്പോഴ് ഞാൻ ഒളിച്ചിരുന്നിട്ട് ഞാൻ വിളിക്കുമ്പോ ആ സൗണ്ട് കേൾക്കുന്ന ആ ഭാഗത്തോട്ട് വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയം ഞാൻ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറി നിൽക്കും, എന്നിട്ട് വിളിക്കും. അപ്പം അങ്ങോട്ട് ഇപ്പൊ ആ സൗണ്ട് കേട്ട് കുഞ്ഞുങ്ങൾ വരുമായിരുന്നു. ചെയ്തോണ്ടല്ലേ വരും കുട്ടികൾ. ഓക്കെ, വെരി ഗുഡ് വിനീത. ദെൻ അപ്പൊ കുട്ടികളുടെ എന്താണ് ഹിയറിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇപ്പൊ നമ്മൾ ഷെയർ ചെയ്തത്. ഇനി മൂന്നാമത്തെ സെൻസ് എന്താ? സ്മെൽ സെൻസ് ഓർഗൻ ആണ് നോസ് അല്ലേ. സെൻസ് എന്താണ്? സ്മെൽ, മണക്കുക എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്താണ് ആ ഒരു അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നൽകാൻ കഴിയുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരിക്കാം? സ്മെല്ലിന് അങ്ങനെ ആക്ടിവിറ്റി ഫുഡ് ഉണ്ടാക്കുമ്പോ സ്മെല്ലടിച്ച ബിരിയാണിയാണ് പായസമാണെന്നൊക്കെ തന്നെ കണ്ടുപിടിച്ച് പറയും. അതെ. പിന്നെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന സ്നാക്സ് അല്ലേ എന്ന് ചോദിക്കാറുണ്ടോ? അവരെന്താണ് സ്മെല് ചെയ്ത് കണ്ടുപിടിക്കും. അവർക്ക് ഫേവറേറ്റ് ആണ് അവര് കണ്ടുപിടിക്കും. പിന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സ്മെല്ലൊക്കെ കേൾക്കുന്ന ടൈമിൽ കുട്ടികൾക്ക് അത് സ്മെല് ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ മിസ്സേ ഞങ്ങൾ അവർ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. എന്തോ ഫ്ലവേഴ്സിന്റെ സ്മെല്ല് അവർ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്, ഏത് ഫ്ലവർ ആണെന്നുള്ള ആ ഒരു. അതെ. ഇപ്പൊ ജാസ്മിന്റെ സ്മെല്ലൊക്കെ നമുക്ക് എന്താണ് ഈസിലി പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് കഴിയുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ അത് ഫെമിലിയർ ആണ്. ഓക്കെ, ദെൻ വിനീത എന്താ പറഞ്ഞത്? മിസ്, മൂത്ത മോള് കുഞ്ഞായിരിക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ വീട്ടിലോട്ടൊക്കെ വരുന്ന ടൈമിൽ ബൈക്കിലൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പാസ് ചെയ്ത് വരുമ്പോ തട്ടുകടയും ഹോട്ടലും ഒക്കെ കാണുമല്ലോ. ഇപ്പം ചെറുതായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞു വരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും എന്നോട് പറയും, നല്ല ബജ്ജിയുടെ മണം, നല്ല പരിപ്പുവടയുടെ മണം എന്നൊക്കെ പറഞ്ഞ് എവിടെ വെച്ച് പോയാലും ഇങ്ങനെ മണം പിടിക്കും. ചില സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെ റബ്ബറിന്റെ ഒക്കെ ഇങ്ങനെ കമ്പനിയുടെ ഇൻഡസ്ട്രി അങ്ങനെ പോകുമ്പോഴത്തേക്കും അവിടെ വരുമ്പോഴത്തേക്കും ഈ സ്മെല്ല് വരുമ്പോഴത്തേക്കും എന്തോ ചീത്ത മണമാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു. ദെൻ പിന്നെന്താണ് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തുകൊണ്ട് എന്താണ് നമുക്കിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ജാസ്മിൻ ഫ്ലവർ സ്മെൽ ചെയ്യിപ്പിച്ചുകൊണ്ട് അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആ ഒരു രീതിയിൽ ആക്ടിവിറ്റീസ് കൊടുക്കാൻ കഴിയും ഇല്ലേ? ഇനി വേറെന്തൊക്കെയാണ്? മാം, ഈ ഫ്ലവേഴ്സിന്റെ പറഞ്ഞപ്പോഴാണ് അത് എല്ലാ ഫ്ലവേഴ്സും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചില ഫ്ലവേഴ്സിലേക്ക് ഈ ഉറുമ്പ് ചെറിയ പ്രാണികൾ ഉണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങൾ അത് സ്മെല്ല് ചെയ്യുമ്പോൾ അവർക്കത് ഉള്ളിലേക്ക് എടുക്കില്ല. അപ്പോൾ അതിനെ ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യാറില്ല. ഓക്കെ, ഇതിന് വേറെ എന്തെങ്കിലും ഉണ്ടോ? ചെറിയ കുട്ടികൾക്ക് ഒരു ഹാബിറ്റ് എന്താണ്? എന്താണ് ശരാ? അത് ഏത് സ്മെല്ലാണ്? നമുക്ക് ഏത് ഫ്രൂട്ട് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഇല്ലേ? അതേപോലെ ചെറിയ കുട്ടികൾക്കില്ലേ നമ്മൾ മരുന്ന് കൊടുക്കില്ലേ, ഇപ്പൊ പനിയുടെയൊക്കെ സിറപ്പ് ആണെങ്കിൽ അവർക്ക് അതിന്റെ സ്മെല്ല് അറിയാൻ പറ്റും. അത് അടുത്തേക്ക് കൊണ്ടുവരുമ്പോ തന്നെ എന്താണ് ചില കുട്ടികൾ ഈ മരുന്നാണെങ്കിൽ എനിക്ക് വേണ്ടാന്നൊക്കെ പറയാറുണ്ട്. എന്റെ മോൻ അങ്ങനെ പറയാറുണ്ട്. ഇപ്പോ കഫിന്റെ ചുമയുടെ ഒക്കെ സിറപ്പിന്റെ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഇഷ്ടമില്ലാത്ത സ്മെല്ലാണല്ലേ. അപ്പൊ അത് അടുത്തേക്ക് കൊണ്ടുവരുമ്പോ തന്നെ അവൻ പറയും എനിക്ക് വേണ്ടാന്ന് പറയും. ആ മരുന്നാണല്ലോ എന്ന് പറയും. ഞാൻ പറയും നല്ല സ്ട്രോബെറിയുടെ മരുന്നാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടു ചെല്ലും. പക്ഷെ അവൻ എന്താണ് മണക്കുമ്പോ തന്നെ മനസ്സിലാവും ഈ മരുന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ എന്താണ് ഓടിക്കളയാറാ പതിവ്. അങ്ങനെ എന്താണ് അവർ മനസ്സിലാക്കാറുണ്ട്, ഐഡന്റിഫൈ ചെയ്യാറുണ്ട് അല്ലേ? സർ, എന്റെ മോള് ഫുഡിന്റെ ഇതുകൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. ചെറിയ മോള് കേട്ടാ. മൂത്ത ആൾക്കാർക്ക് ഇപ്പൊ മസാല മണം വരുമ്പോ ഒരുവിധം എല്ലാരും പറയും ചിക്കൻ ആണ്, അങ്ങനെ ഒരു ഇതാണല്ലോ പറയാ, കാറ്റഗറി ആണല്ലോ പറയാ മസാല മണം. പക്ഷെ ചെറിയ ആള് കറക്റ്റ് ആയിട്ട് വന്നിട്ട് പറയും ഇത് ചിക്കൻ അല്ല, ഇത് ബീഫാണ്. നമ്മള് അങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഏത് മസാലക്കറിയാന്ന് അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും ചെറിയ ആള്. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ 3 സെൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം പോരെ? അപ്പൊ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടെത്തി വരിക. ബാക്കി 2 സെൻസ് ഏതൊക്കെയാണ്? ടച്ച് ഉണ്ട്, പിന്നെ ഏതായിരുന്നു ഒരെണ്ണം? ടേസ്റ്റ്. അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുകൾ ഒരു 5 എണ്ണമെങ്കിലും എല്ലാവരും കണ്ടെത്തിയിട്ട് വരിക നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. മറ്റേ നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ MCQ ഞാൻ അയച്ചേക്കാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം.
Thank you. Thank you, ma'am. Good night, ma'am. Thank you, ma'am.